ഹായ് സ്റ്റുഡൻസ്, ഒരു വെബ് പേജിലേക്ക് എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. മിഡ് ടേമിന് വന്നൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ നോക്കുന്നത്. എ വെബ് പേജ് റിലേറ്റഡ് ടു ചാറ്റ് GPT ഈസ് പ്രൊവൈഡഡ് as chatgpt.html in the chatme folder in exam documents 10 on home. അപ്പോൾ ഈ പറയുന്ന ഫയല് എക്സാം ഡോക്യുമെന്റ്സ് 10-ൽ chatme എന്നുള്ള ഫോൾഡറിലാണ് ഉള്ളത്. Open this page in text editor and add external styles to make the web page attractive as shown in the example below. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റൈൽ ഷീറ്റാണ്. ഡു ദിസ് ആക്ടിവിറ്റി ബൈ ഇൻക്ലൂഡിംഗ് ദ ഫയൽ നെയിംഡ് style2.css given in the folder chatme to the web page. Before doing the activity, copy the file style2.css to exam 10 folder. Save the modified ChatGPT file using the Save As option in the exam 10 folder in home with your register number, question number as file name. Then open and display this file in web browser. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. ചാറ്റ് GPTയുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് 10-ലുള്ള chatme എന്ന ഫോൾഡറിൽ chatgpt.html എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. ഇതിലേക്കാണ് എക്സ്റ്റേണൽ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ ആകർഷകമാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് പ്ലേസസിൽ ഹോമിൽ എക്സാം ഡോക്യുമെന്റ്സ് 10 എന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വേറൊരു ഫോൾഡറും കൂടി പറഞ്ഞിട്ടുണ്ട്. ഫോൾഡറിൻ്റെ പേര് chatme എന്ന് പറയുന്ന ഫോൾഡറാണ്. അപ്പോൾ അതിനായിട്ട് ആ chatme എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഫയൽസ് ഉണ്ട്. ഒന്ന് അതിൻ്റെ സ്റ്റൈൽ ഷീറ്റും ഒന്ന് .html എന്ന് പറയുന്ന ഫയലും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സ്റ്റൈലും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമുള്ളൊരു HTML ഫയലാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ പറയുന്ന സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റൈലിലാക്കി മാറ്റേണ്ടത്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? എക്സാം ഡോക്യുമെന്റ്സ് 10-ലെ chatme ഫോൾഡറിൽ നൽകിയിട്ടുള്ള style2.css എന്ന ഫയൽ വെബ് പേജിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് പ്രവർത്തനം ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് style2.css എന്ന ഫയൽ എക്സാം 10-ലേക്ക് കോപ്പി ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന രണ്ട് ഫയലും HTML ഫയലും CSS ഫയലും ഒരു ഫോൾഡറിൽ തന്നെ ഉണ്ടാവണം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഫയൽ എക്സാം 10-ലേക്കാണ് സേവ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് style2.css എന്നുള്ള ഫയലും എക്സാം 10-ലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ style2.css എന്നുള്ളത് റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുന്നു. ഹോമിൽ എക്സാം 10-ലേക്കാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. എക്സാം 10 ഓപ്പൺ ചെയ്തു. ഇവിടെ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ style2.css എന്നുള്ള ഫയൽ നമ്മളിവിടെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടത് വീണ്ടും എക്സാം ഡോക്യുമെന്റ്സ് 10 എടുത്തു. chatmeയിൽ ഈ ഫയൽ നമ്മൾ ആ കോഡ് ഓപ്പൺ ചെയ്യാണ്. അതിനായിട്ട് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ അതിൽ സെലക്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കോഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ കോഡ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോഡ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നല്ല വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ 40 പേജിൽ തന്നിട്ടുണ്ട്. ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈൽ ഷീറ്റ് ആഡ് ചെയ്യുന്ന ഈ ഒരു കോഡ് കൊടുക്കണ്ടേ. അപ്പോൾ ലിങ്ക് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോഡ് കൊടുക്കുക. അപ്പോൾ ഈ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ടാഗിനുള്ളിൽ കൊടുക്കുക. ഈ തന്നിരിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്യുന്നു. ലിങ്ക് ഈക്വൽ ടു കൊടുത്തു. ഇൻവെർട്ടർ കോമയിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുത്തു. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു. സ്പേസ് ഇട്ടിട്ട് ടൈപ്പ് ഈക്വൽ ടു കൊടുത്തു. ഇൻവെർട്ടർ കോമയിലെ ടെക്സ്റ്റ് /CSS ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. സ്പേസ് href എന്ന് കൊടുത്തു. ഈക്വൽ ടു ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ നെയിമാണ്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റൈൽ ഷീറ്റിൻ്റെ നെയിം style2.css എന്നാണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് style2.css എന്നാണ്. അപ്പോൾ അവിടെ തരുന്ന
സ്റ്റൈൽ ഷീറ്റിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റൈൽ 2.css എന്ന് ടൈപ്പ് ചെയ്തു, ഇൻവെർട്ടർ കോമയിലാണ്. എന്നിട്ട് ടാഗ് ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മളവിടെ കൊടുക്കേണ്ട കമാൻഡ്, ഇതാണ് നമ്മളവിടെ കൊടുക്കേണ്ട കോഡ്. അപ്പോൾ ഇത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ടൈറ്റിലിന് ശേഷമാണ് കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് /ഹെഡും വരുന്നത്. ഇനി നമ്മളിത് സേവ് ചെയ്യണം. അതിനായിട്ട് ഈ 3 ലൈൻസിൽ സെലക്ട് ചെയ്തു, സേവ് ആസ് ആണ്. സേവ് ആസ് എടുത്തിട്ട് ഹോമിൽ എക്സാം 10ൽ ഇവിടെ ChatGPT എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, 3 എന്ന് കൊടുത്തു, സേവ്. ഇനി നമുക്ക് ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഹോമിൽ എക്സാം 10ൽ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മോഡലിൽ തന്നെ ഈ ഒരു HTML ഫയൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.